ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ എഴുത്തുകാരിയായ KA ബീനി ഉണ്ടല്ല, നമ്മൾ മോദിജിയുടെ ഗുജറാത്ത് ഉണ്ടല്ല, ആ ഗുജറാത്ത് പോയപ്പോ കണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച്, മനോഹരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോയിൽ നമ്മളെ സംഖ്യകൾ തള്ളുന്ന ഗുജറാത്ത് മോഡലില്ലേ, ആ ഗുജറാത്ത് മോഡലിനെ കുറിച്ച് KA ബീന പറഞ്ഞു കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതായത് നമ്മുടെ രാജ്യം ഉണ്ടല്ല, ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ പ്രധാന സംസ്ഥാനമായ ഗുജറാത്തിലെ ആ ഗുജറാത്തിലെ ദളിതരുടെ ദയനീയ അവസ്ഥയാണ് നമ്മളെ ബീന ചേച്ചി ഉണ്ടല്ല ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കുണ്ടല്ല കേട്ടിരിക്കാൻ വേണ്ടി 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ബീന ചേച്ചി പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ല നിങ്ങൾ തീർച്ചയായും കേൾക്കണം. സംഖ്യയുടെ മനോഹരമായ ഹിന്ദു രാജ്യത്തിലെ ഗുജറാത്തിലെ ഹിന്ദുക്കളായ ദളിതരുടെ ദയനീയ അവസ്ഥ. ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്തുള്ള ഖെഡ ജില്ലയിലെ കനിഷ് എന്നുള്ള ഗ്രാമപഞ്ചായത്തിൽ പോയപ്പോഴുള്ള ഒരു കഥ പറയാം. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് നിരുപമ ബെൻ പട്ടേൽ എന്നാണ് അവരുടെ പേര്. അവര് ഠാക്കൂർ വംശജയായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. 2013 പോകുന്നത്. നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അവിടെ ചെല്ലുന്നത്. അവിടുത്തെ ആ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക പേരുണ്ട്, സമരസ് പഞ്ചായത്ത് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലെ പല സ്ഥലങ്ങളിലും സമരസ് പഞ്ചായത്തുകളുണ്ട്. ഈ സമരസ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഇവിടെ നമ്മൾക്കൊരു പഞ്ചായത്തിൽ അധികാരം കിട്ടുമ്പോൾ 17 വാർഡുണ്ടെങ്കിൽ 17 വാർഡിലും നമ്മൾ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് 2 പേരിൽ ഒരാൾ അല്ലെങ്കിൽ 10 പേരിൽ ഒരാൾ ജയിക്കും. പക്ഷെ ഈ സമരസ് പഞ്ചായത്തുകളിൽ അങ്ങനെ അല്ല. അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ അവിടുത്തെ ഈ പഞ്ചായത്തിനകത്ത് ഓരോ വാർഡിലുമുള്ള ജമീന്ദാർമാര് തീരുമാനിക്കും ഇവിടെ ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന്. ഒറ്റ സ്ഥാനാർത്ഥിയെ കാണുള്ളൂ. അങ്ങനെ ഒറ്റ ഇടത്തും ഈ പഞ്ചായത്ത് മുഴുവൻ ഇലക്ഷൻ നടക്കില്ല. ഇലക്ഷൻ നടക്കാതെ എല്ലാ 17 വാർഡുകളിലും തെരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രത്യേക സമരസ് പഞ്ചായത്ത് എന്നതിന് പേരുണ്ട്. അതിന് പ്രത്യേകം 10 ലക്ഷം രൂപ അവർക്ക് സമ്മാനം കിട്ടും. അത് സ്ത്രീകളുടെ പഞ്ചായത്താണെങ്കിൽ അതിന് തുക കൂടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമരസ് പഞ്ചായത്തിലാണ് ഞാൻ പോയത്. ഈ സമരസ് പഞ്ചായത്തുകൾക്കെതിരെ സുപ്രീം കോടതിയിൽ വരെ കേസ് നടക്കുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിന് എതിരാണെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ജനാധിപത്യത്തിനെയും തെരഞ്ഞെടുപ്പിനെയും ഒക്കെ കൊണ്ടുവന്നത് അതിനെ ടോട്ടലി അട്ടിമറിച്ചുകൊണ്ടാണ് ഈ സിസ്റ്റം അവിടെ നടക്കുന്നത്, ഗുജറാത്തിൽ നടക്കുന്നത്. ഈ കനിഷ് പഞ്ചായത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഇവര് ഈ നിരുപമ ബെൻ പട്ടേല് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അവര് ഇരിപ്പുണ്ട്. അവര് മുഖത്ത് നമുക്കറിയാലോ, സാരി കൊണ്ട് മറച്ചിട്ടാണ് ആ പുരുഷന്മാർ വല്ലവരും അവരുടെ ക്ലർക്കോ ആരെങ്കിലും വരുന്നെങ്കിൽ വേഗം ഒരു മുഖത്ത് മറയ്ക്കും. അല്ലാത്ത സമയം നമ്മൾ സ്ത്രീകൾ ഇരിക്കുമ്പോൾ അവർ സംസാരിക്കും. അന്ന് രാവിലെ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികളുണ്ടായിരുന്നു, ഗുജറാത്തി ഭാഷയിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനുള്ള 2 കുട്ടികൾ. അപ്പൊ അവരുടെ കൂടെ ഞാൻ പോയപ്പോ നഗരി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്ഥലത്ത് പോയായിരുന്നു. അപ്പൊ അത് ഒരു മുസ്ലിം ഘെട്ടോയാണ്. അവിടെ മുസ്ലിങ്ങൾ ഒരുമിച്ച് മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് ഗുജറാത്തിൽ ചെന്നാൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും, ഘെട്ടോകളിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനത്തെ ഒരു ഘെട്ടോ പോലത്തെ ഒരു സ്ഥലത്താണ് പോയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് വെള്ളം തരുന്നില്ല, ഞങ്ങൾക്ക് വിദ്യുച്ഛക്തി തരുന്നില്ല, ഈ പഞ്ചായത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു, നിങ്ങൾ ഈ നഗരി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് വെള്ളമൊന്നും കൊടുക്കാത്തെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർക്ക് അങ്ങനത്തെ സ്ഥലത്തെ കുറിച്ച് അറിയില്ല. അവർ പറഞ്ഞു ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലമല്ലേ, അവിടെ എല്ലായിടത്തും കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റുമോ. അപ്പൊ നിങ്ങൾ കൊട്ട്ലാസറോട് ചോദിക്കുന്നു. കൊട്ട്ലാസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലർക്ക്. അയാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾക്കും അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് അറിയില്ലെന്നാണ് അയാൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇവരോട് സംസാരിച്ചുകൊണ്ട് ഇവരോട് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഒപ്പിടാൻ പറ്റും, വേറെ ഒന്നും വായിക്കാനൊന്നും അറിഞ്ഞൂടെ, പഞ്ചായത്ത് പേപ്പറൊന്നും വായിക്കാനൊന്നും അറിയില്ല, അതെല്ലാം അയാൾ ചെയ്യുമെന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഒരു അനുഭവം പറയാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്രാവശ്യത്തെ ശിവരാത്രിക്ക് ഞങ്ങളുടെ അമ്പലത്തില് ഒരു ദളിത് പെൺകുട്ടി തൊഴാൻ വന്നു, അവളെ എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കി. അതിന് നേതൃത്വം നൽകിയതാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അവസരം, അല്ലെങ്കിൽ ഏറ്റവും അഭിമാനം നൽകിയ ഒരു അവസരം. അന്ന് രാത്രി അവളുടെ വീട് അടിച്ചു പൊളിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ വിടാനും എനിക്ക് നേതൃത്വം നൽകാൻ പറ്റി. അതാണ് എന്റെ അഭിമാന മുഹൂർത്തം. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടി അവരോട് ചോദിച്ചു, നിങ്ങളൊരു ഭരണഘടനയിലിരിക്കുന്ന ഒരാളല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദളിതോ ജൂത്ത ജൈസാ ഹൈന സിർമെ നഹീ പഹനേഗാന്ന്. അതായത് ദളിതം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലെയല്ലേ, ആരെങ്കിലും ഇതെടുത്ത് തലയിൽ വെക്കുമോ, പിന്നെ ദൈവത്തിന്റെ അടുത്ത് വരാൻ പാടുണ്ടോന്ന്. ജാതിയുടേതായ അവരുടെ ബോധത്തെ നമ്മളോട് തുറന്നു പറയാതിരിക്കാനോ മടിക്കാത്ത ഒരു ഇന്ത്യ നമുക്ക് പുറത്തുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഈ കുട്ടിയെ ഞാൻ അടുത്ത ഗ്രാമത്തില് രോഹിത് വാസ് എന്നുള്ള ഗ്രാമത്തിൽ പോയി ഈ അമ്പലത്തിൽ കയറിയ കുട്ടിയെ കാണാൻ പോയി. അനിത എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ അവള് പറഞ്ഞു, അന്നത്തെ അവളെ പറയായിരുന്നു അവിടുത്തെ ദളിതര് പോലും അവളുടെ കൂടെ നിന്നില്ല. അവളുടെ ഭർത്താവും ഒറ്റപ്പെടുകയും ഇങ്ങനെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് അവളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴും അതിന്റെ പേരിലുള്ള
കേസൊക്കെ നടക്കുകയാണ്, എന്തെങ്കിലും ഇതെല്ലാം ശരിയാവും, അപ്പൊ ദീദി കാണാൻ വരണം എന്നൊക്കെ എന്നോട് പറയണ്ടായി. ആ കുട്ടി കുറച്ച് പഠിച്ച കുട്ടിയാണ്, അഹമ്മദാബാദിലെ ഒരു സ്കൂളില്. എന്ത് അവസ്ഥയല്ലേ, ദളിതരുണ്ടല്ലോ ഉന്നത കുലക്കാർ ആക്രമിച്ചിട്ട് ദളിതരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദളിതർ വരെയില്ല. അതിന്റെ മെയിൻ കാരണം ഉണ്ടല്ലോ വേറൊന്നുമല്ല, ദളിതർക്കുണ്ടല്ല ഈ ഉന്നത കുലക്കാർക്കുണ്ടല്ല വല്ലാതെ ഭയമാണ്. പിന്നെ അതുമാത്രമല്ല അവിടേക്കാണ് ദളിതരുടെ ചിന്ത എന്നറിയാം. ദളിതർ അങ്ങനെ ജീവിക്കേണ്ടവരാണെന്നാണ് ദളിതരുടെ ചിന്ത. അതായത് അമ്പലത്തിൽ കയറാൻ പാടില്ല, ഉന്നത കുലക്കാർ സഞ്ചരിക്കുന്ന വഴിയില്ലേ ആ വഴിയിലൂടെ പോകാൻ പാടില്ല, പൊതുകിണറില്ലേ പഞ്ചായത്ത് കിണറിന് വെള്ളം എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് ദളിതർ ജീവിക്കേണ്ടതെന്ന് ദളിതരുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്തയുണ്ട്. അങ്ങനെ ഒരു ചിന്തയുണ്ടല്ല പണ്ട് നമ്മളെ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ നവോത്ഥാന നായകന്മാരുടെ പോരാട്ടമില്ലേ, ആ പോരാട്ടത്തിന്റെ ഫലമായി കേരളത്തിലെ ദളിതരുടെ മനസ്സിന് ആ ചിന്തയുണ്ടല്ലോ, ആ ചിന്ത എന്നേക്കുമായി പോയിനി. പക്ഷെ എന്താ ചെയ്യുക, ഇന്ത്യയുടെ ഹിന്ദു രാജ്യമാക്കണം എന്ന് പറഞ്ഞ സംഘികളില്ലേ, സംഘിയുടെ ഒക്കെ മനസ്സിലുണ്ടല്ല ഈ ചിന്ത ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ ദളിതർ പോലും ഉണ്ടല്ല സംഖ്യക്ക് വേണ്ടിയിട്ടില്ല ജയ് വിളിച്ച് നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ഉണ്ടല്ല ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടി ദളിതര് പോലും സംഖ്യയുടെ കൂടി ഉണ്ടല്ല ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ആ ദളിതരോട് എനിക്കൊന്നേ പറയാളൂ, ഇന്ത്യ ഉണ്ടല്ല ഹിന്ദു രാജ്യമായിരുന്നെങ്കിൽ ഗുജറാത്തിലെ ദളിതരുടെ അവസ്ഥയില്ലേ ആ അവസ്ഥ തന്നെയായിരിക്കും എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും ദളിതർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് പിന്നെ കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യമില്ല, മോദിജി പോലും ഉണ്ടല്ല തിരിഞ്ഞു നോക്കൂല. പിന്നെ മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ലേ, ആ പഞ്ചായത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടോന്ന് തന്നെ അവർക്കറിയില്ലല്ലോ, ആ പഞ്ചായത്ത് ഭരിക്കുന്നവർക്ക് അറിയില്ല പോലും. അവർക്ക് അങ്ങനെ അറിയാഞ്ഞിട്ടായിരിക്കും മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട സംഭവമൊന്നും അവർക്ക് കിട്ടാതിരിക്കുന്നത്. അത് ഭയങ്കര കോമഡി കേട്ടാ. പിന്നെ അതിലൊന്നും വലിയ അത്ഭുതമില്ല, കാരണം BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലുണ്ടല്ല മുസ്ലിങ്ങളുടെ അവസ്ഥയുണ്ടല്ല ഇതിലും ദയനീയാണ്. BJPക്കാർ പറ്റും കൊണ്ടില്ല, വെള്ളം മാത്രമല്ല വായുവില്ലേ, വായു പോലും കിട്ടാത്ത അവസ്ഥയിൽ മുസ്ലിങ്ങളെ ആക്കാൻ ശ്രമിക്കും. അത് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ശ്വസിക്കാണ്ടില്ല ഇവിടെ വായുവെങ്കിലും കിട്ടുന്നത്. അപ്പോഴെന്തായാലും കേരളത്തിലെ സംഖ്യകളെ താങ്ങുന്ന കുറച്ചെങ്കിലും ദളിതരില്ലേ, ആ ദളിതര് ഈ വീഡിയോ കണ്ടിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത്. എന്തായാലും ഗുജറാത്തിലെ ദളിതരുടെ ഈ ദയനീയാവസ്ഥ കൃത്യമായി വിവരിച്ച എഴുത്തുകാരിയായ വീണ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.